സെപ്റ്റംബർ 22 മെത്രാനായിരുന്ന വിശുദ്ധ തോമസ് വില്ലനോവയുടെ തിരുനാൾ ആചരിച്ച് ആഗോളസഭ. സ്പെയിനിലെ കാസ്റ്റിലാണ് തോമസ് വില്ലനോവ ജനിച്ചത്. തോമസിന്റെ വിദ്യാഭ്യാസം വില്ലനോവയിൽ നടത്തിയതുകൊണ്ടാണ് വില്ലനോവ എന്ന ഉപനാമധേയം അദ്ദേഹത്തിനുണ്ടായത്. കുടുംബം സമ്പന്നമല്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കഴിവനുസരിച്ച് ദരിദ്രരെ സഹായിച്ചിരുന്നു. കാർഷിക ആദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രർക്ക് ദാനം ചെയ്യുകയായിരുന്നു പതിവ്. മാതാപിതാക്കന്മാരുടെ ഈ മനോഭാവം തോമസിന്റെ മനസ്സിൽ ആശാനിഗ്രഹവും ശുദ്ധതയും സത്യസന്ധതയും ഉളവാക്കി. മാതാപിതാക്കന്മാർ തോമസിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ മറിയം യൗസേപ്പെ എന്നാണ്. ജീവിതം മുഴുവനും ദൈവമാതാവിനോട് തോമസിന് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. 26-ാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ താമസിക്കാൻ പിതാവുണ്ടാക്കിയ ഭവനം ഒരു ആശുപത്രിയാക്കി അദ്ദേഹം മാറ്റി. 1518 വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സഭയിൽ അദ്ദേഹം ചേർന്നു. 1920 അദ്ദേഹം വൈദികനായി. ബുർഗോഡ്, വലനോയിഡ് മുതലായ സ്ഥലങ്ങളിൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ചു. 1545 വലൻസിയയിലെ ആർച്ച് ബിഷപ്പായി. സ്ഥാനമാനങ്ങളെ വെറുത്തിരുന്ന അദ്ദേഹം സ്ഥാനാരോഹണ ദിവസം സിംഹാസനത്തിൽ വിരിച്ചിരുന്ന പട്ടുവസ്ത്രം നീക്കി ബലിപീഠത്തിൽ ചുംബിച്ചു. സന്യാസ സഭയിൽ നിന്ന് നൽകിയ സമ്മാനമായ 4000 സുക്കോറ്റ്സ് അതേപടി വില്ലനോവയിലെ ആശുപത്രി നന്നാക്കാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം റൊട്ടിയും വെള്ളവുമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. ദിവസം തോറും അദ്ദേഹത്തിന്റെ വാതിൽക്കൽ 500ഓളം ദരിദ്രർ വന്നിരുന്നു. അവർക്കെല്ലാം അദ്ദേഹം എന്തെങ്കിലും സഹായമായി നൽകിയിരുന്നു. തൊഴിൽ ചെയ്യുന്നവർക്ക് ഉപജീവനം നടത്താൻ സഹായകമായ ഉപകരണങ്ങൾ വാങ്ങി കൊടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഉപവിപ്രവർത്തനങ്ങളുടെ നീണ്ട ശൃംഖല തന്നെയായിരുന്നു. ലളിത ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. 67-ാമത്തെ വയസ്സിൽ ഒരു ദർശനത്തിൽ ദൈവമാതാവിന്റെ പിറവി തിരുനാൾ ദിവസം താൻ മരിക്കുമെന്ന് ഒരു ദൂത് അദ്ദേഹത്തിനുണ്ടായി. ഓഗസ്റ്റ് 29-ാം തീയതി ശക്തിയായ ഒരു പനി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ടു. അനന്തരം തന്റെ മുറിയിൽ ഒരു ദിവ്യബലി സമർപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പുരോഹിതന്റെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് തോമസ് വില്ലനോവ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വിശുദ്ധ തോമസ് വില്ലനോവയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.